Assalamu alaikum warahmatullah. Islamic finance practices in India, lessons from grassroots എന്നതാണ് ഇന്നത്തെ ഒരു പ്രസന്റേഷന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്ലോബലി എസ്പെഷ്യലി ആഫ്റ്റർ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഇസ്ലാമിക് ഫൈനാൻസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ബാങ്കിങ് ആയിക്കോട്ടെ, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ മേഖലകളായിക്കോട്ടെ, വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു ചേഞ്ചാണ് ആ ഒരു ലാസ്റ്റ് 2 ഡെക്കേഡ് ഇന്റർനാഷണലി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിക് ഫൈനാൻസ് ഇൻഡസ്ട്രിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോവിഡിന് ശേഷവും ലോകത്ത് പല ഇൻഡസ്ട്രികളും കോവിഡ് പാൻഡമിക് ഹിറ്റായി ഡൗൺ ആയപ്പോൾ പോലും ഇസ്ലാമിക് ഫൈനാൻസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതിനേക്കാളും പൂർവാധികം ശക്തിയോടുകൂടിയുള്ള ഒരു ഗ്രോത്ത് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇസ്ലാമിക് ഫിനാൻസ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് 2024 പ്രകാരം, അതായത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഗ്രൂപ്പാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അത് പ്രകാരം 11% ഗ്രോത്ത് ആണ് 2023 നിന്നും 2024 വരുമ്പോൾ ഇസ്ലാമിക് ഫൈനാൻസ് ഇൻഡസ്ട്രിക്ക് അസറ്റ്സിൽ ഉണ്ടായ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ കോവിഡ് കാലയളവിന് മുന്നേ ഓൺ ആൻ ആവറേജ് 7%, 8% ഒക്കെ ഉണ്ടായിരുന്ന ഗ്രോത്ത് ആണ് കോവിഡിന് ശേഷം മോർ ദാൻ 10% ഗ്രോത്തിലേക്ക് ആ ഒരു ഇൻഡസ്ട്രിയിൽ ബൂം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ നമുക്കറിയാം, ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ ഇസ്ലാമിക് ഫിനാൻസിന് നിലവിൽ സ്കോപ്പില്ല എന്നിരിക്കെ മറ്റു പല ഇസ്ലാമിക് ഫിനാൻസ് അസറ്റ്സ്, എസ്പെഷ്യലി ഷമീൽ സാറിൻ്റെ ക്ലാസ്സിൽ ഓൾറെഡി സെഷനിൽ പറഞ്ഞു കഴിഞ്ഞു, മറ്റു പല അസറ്റുകളും ഫണ്ടുകളിലും ഒക്കെ ആയിട്ടാണ് ഇന്ത്യയിൽ ഇസ്ലാമിക് ഫിനാൻസ് ഇൻഡസ്ട്രി അതിൻ്റെ അസറ്റ്സ് വർക്ക് ചെയ്യുന്നത്. അവസാനത്തെ 10 വർഷത്തെ ഒരു ഗ്രോത്ത് നോക്കുമ്പോൾ ആ ഒരു അസറ്റ് കമ്പയറിംഗ് വിത്ത് അതർ നേഷൻസ് ഇൻ ദ ഗ്ലോബ് കുറവാണെങ്കിൽ പോലും വളരെ അസറ്റിലുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധ ആർജിക്കുന്ന രീതിയിലുള്ള ഗ്രോത്ത് ആണ്. ഇത് IMFന്റെ ആ ഒരു വിലയിരുത്തൽ പ്രകാരം തന്നെ ഇന്ത്യയിൽ ദ കൺട്രീസ് വിത്ത് ഹയസ്റ്റ് ഗ്രോത്ത് ഇൻ ഇസ്ലാമിക് ഫിനാൻസ് അസറ്റ്സ് ഇൻ 2023 വെയർ മെയിൻലി ഡ്രിവൺ ബൈ ഇസ്ലാമിക് ഫണ്ട്സ്. മറ്റ് ഫണ്ടുകൾ, ഇസ്ലാമിക് ഫണ്ട്സ്, സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്സ് പോലുള്ള മറ്റ് ഫണ്ടുകളിലുള്ള ഗ്രോത്ത് ആണ് മെയിനായിട്ട് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ, US, കാനഡ പോലുള്ള രാജ്യങ്ങൾ. ഇന്ത്യയിൽ ലാസ്റ്റത്തെ ഒരു 20 വർഷം അനലൈസ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഗ്രോത്ത് വ്യത്യസ്ത മേഖലകളിൽ കാണുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഒരു പ്രൊജക്റ്റഡ് ഗ്രോത്തും അതുപോലെ തന്നെ ആക്ച്വൽ ഗ്രോത്തും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2023 $4,925 ബില്യന്റെ ഗ്രോത്ത് ആണ്. അത് 2028 ആകുമ്പോൾ 7,000 കടക്കുന്ന അത്രയും വലിയ ഒരു അസറ്റ് ഗ്രോത്ത് ആണ് പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് മോർ ദാൻ പ്രഡിക്ഷൻ ആണ് നിലവിലുള്ള ഒരു ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇന്ത്യ ഇനി പറയാൻ പോകുന്ന ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് IMFന്റെ വിലയിരുത്തലാണ്. ഇൻ ഇന്ത്യ ദർ ഇസ് എ ഹ്യൂജ് പൊട്ടൻഷ്യൽ ഫോർ ഇസ്ലാമിക് ഫിനാൻസ്. ഇന്ത്യയിൽ അടക്കമുള്ള രാജ്യങ്ങളിൽ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിം പോപ്പുലേഷൻ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇസ്ലാമിക് ഫൈനാൻസ്, ഇസ്ലാമിക് ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ മലേഷ്യ, സൗദി അറേബ്യ, ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങൾ മുന്നിട്ട് നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷൻ വൈസ് മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു സൈസാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പോപ്പുലേഷനിലെ തന്നെ ഒരു മേജർ പോർഷൻ ഫിനാൻഷ്യലി എക്സ്ക്ലൂഡഡ് ആണ്. അതിന് 2 റീസൺസ് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്രോഡക്ട്സിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ താല്പര്യമില്ലായ്മയാണ് ഒന്നാമത്തെ കാരണം. ഇതിൽ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്നറിയപ്പെടുന്ന ഒരു കാറ്റഗറൈസ് ചെയ്യപ്പെട്ട വിഭാഗമാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 വിഭാഗത്തെ അഡ്രസ്സ് ചെയ്യുന്നതിലും മൂന്നാമത്തെ ഒരു വിഭാഗം ഹൈലി പൊട്ടൻഷ്യൽ ആണെങ്കിൽ പോലും ഡ്യൂ ടു റിലീജിയസ് റീസൺസ് ഇൻട്രസ്റ്റ് ബേസ്ഡ് ഫിനാൻഷ്യൽ പ്രോഡക്ട്സിനെ കൺസ്യൂം ചെയ്യാത്ത, ആ രീതിയിലേക്ക് അതിനെ യൂട്ടിലൈസ് ചെയ്യാത്ത ഒരു വലിയ ഒരു വിഭാഗം ഇന്ത്യയിൽ ഉള്ളത് വലിയൊരു പൊട്ടൻഷ്യലാണ് ഈ ഒരു ഇൻഡസ്ട്രിക്ക്. അതുപോലെ തന്നെ അസറ്റ് ബാക്ക്ഡ് ആയിട്ടുള്ള ഫിനാൻസിങ്ങിലുള്ള വലിയൊരു സാധ്യത എന്ന് പറയുന്നത് വെച്ചാൽ ഇസ്ലാമിക് ഫിനാൻസ് ഇൻഡസ്ട്രി നമുക്ക് എപ്പോഴും അറിയാം, ഫിനാൻസിങ് ഈസ് ബേസ്ഡ് ഓൺ അസറ്റ്.
സോ അതുപോലെ തന്നെ റിസ്ക് ഷെയറിംഗ് ഫീച്ചേഴ്സ് കൂടി അതിനുണ്ട്. അതായത് ഒരു തൊട്ട് മുന്നത്തെ പ്രസന്റേഷനിൽ 1-2 പേര് ഒരു ചോദ്യം ഉന്നയിച്ചതാണ്. അതായത് ഒരു ഫിനാൻസിൽ മുതൽ മുടക്കുമ്പോൾ ഒരു ഫിനാൻഷ്യർ എന്നുള്ള രീതിയിൽ ഒരാൾ അതിന്റെ ബെനിഫിറ്റ് മാത്രമല്ല അതിന്റെ റിസ്ക് കൂടി ഷെയർ ചെയ്യുന്ന രീതിയിൽ, കൺവെൻഷണൽ ഫിനാൻസിലാണെങ്കിൽ റിസ്ക് ഷെയറിംഗ് വരുന്നില്ല, ഇവിടെ ആ ഒരു റിസ്ക് ഷെയറിംഗ് കൂടി വരുന്ന രീതിയിലാണ് ആ ഒരു മേഖല. ആ ഒരു റിസ്ക് ഷെയറിംഗിന്റെയും അസറ്റ് ബാക്ക്ഡ് ഫൈനാൻസിങ്ങിന്റെയും വലിയൊരു സ്കോപ്പ് ഇന്ത്യയിലുണ്ട്. ആ ഒരു സ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്മോൾ ആൻഡ് മൈക്രോ മീഡിയം സൈസ്ഡ് എന്റർപ്രൈസസിന്റെ ആ ഒരു വാസ്റ്റ് ഗ്രോത്തും ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും ഇവിടെ വലിയൊരു സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു സിസ്റ്റമിക് റിസ്ക് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംരംഭം നടത്തുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള റിസ്കിൽ ഫിനാൻഷ്യർ കൂടി പങ്കാളിയാവുക എന്നുള്ളത് ആ ഒരു ഫിനാൻസിലേക്ക് ആളുകളെ, ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ഓൺടർപ്രണേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു വലിയ ഘടകമാണ്. ഇന്ത്യയിലെ നിർഭാഗ്യവശാൽ നമുക്കറിയാം പല മേഖലകളിൽ എന്ന പോലെ പൊളിറ്റിക്കൽ റീസൺസ് അടക്കം ബാങ്കിങ് മേഖലയിൽ ഇതുവരെ ഇസ്ലാമിക് ഫൈനാൻസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രീ ഫൈനാൻസിങ് അല്ലെങ്കിൽ ബാങ്കിങ്ങിന് വലിയ റീച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. നിലവിലുള്ള പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ്, ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് കമ്പനി, ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോക്കിൽ അല്ലെങ്കിൽ താസിസ് പോലുള്ള ഏജൻസീസ് ലിസ്റ്റ് ഔട്ട് ചെയ്യപ്പെട്ട കമ്പനീസ് ഉണ്ട്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ശരിയ സ്ക്രീനിങ്ങിന് ശേഷം ലിസ്റ്റ് ചെയ്ത കമ്പനികൾ, അതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകൾ ഒക്കെയാണ് ഇന്ത്യയിലെ ഇസ്ലാമിക് ഫിനാൻസ് ഇൻഡസ്ട്രിക്കുള്ള ഒരു നിലവിലുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ആ ഒരു മോഡസ് ഓപ്പറാൻഡിയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ചില സ്ഥാപനങ്ങൾ മാത്രം ഇവിടെ മെൻഷൻ ചെയ്തു പോവുകയാണ്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിനെക്കുറിച്ച് ചെറിയൊരു ഇൻട്രോ തരാം. ജസ്റ്റ് ഇപ്പോൾ പേര് പറഞ്ഞു പോവുകയാണ്. ചേരമാൻ ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ്, അതുപോലെ തന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആയ സംഗമം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, നമ്മുടെ ഈ കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ട് ഹെഡ് ഓഫീസ് ഉള്ള സംഗമം, അതുപോലെ തന്നെ ബീഹാർ പട്ന ബേസ്ഡ് ആയിട്ടുള്ള അൽഖൈർ, മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ബൈത്തുൽ നസർ ഒക്കെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. അതുപോലെ തന്നെ മറ്റു ഫിനാൻഷ്യൽ കൺസൾട്ടൻസി ഫേംസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫേമാണ് റെഹ്ബാർ ഫിനാൻഷ്യൽ കൺസൾട്ടൻസ്, ബാംഗ്ലൂർ ബേസ്ഡ്, കർണാടക ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻസിയാണ്. AICL പോലുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ്, ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ക്രെഡിറ്റ് ലിമിറ്റഡ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് കമ്പനി ആയിട്ടുള്ള സെക്യൂറ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, NGOയിൽ ഒരു പ്രധാനപ്പെട്ട കേരള ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഇൻഫാക്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊസൈറ്റി. അതുപോലെ തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികൾ വളരെ ചുരുക്കം രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ടതാണ് ബൈത്തുൽ നസർ അർബൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, കർണാടക ബേസ്ഡ് ആണ്. സോ ചേരമാൻ ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് വലിയ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. കേരള ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ 11% ഷെയറോട് കൂടിയുള്ള ഒരു കമ്പനിയാണ്. 2009 ഇത് ലോഞ്ച് ചെയ്തത്. 1000 crores ഓതറൈസ്ഡ് ക്യാപിറ്റലുള്ള ഒരു വെഞ്ചർ ആണ് ഇത്. കേരള ഗവൺമെന്റ് തന്നെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി, അതായത് ഏൺസ്റ്റ് ആൻഡ് യങ് പോലുള്ള ഒരു ഇന്റർനാഷണൽ ഫേമിന്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയുടെ ആ ഒരു ഗ്രീൻ സിഗ്നൽ, ഒരു പച്ചക്കൊടി ലഭിച്ചതിന് ശേഷമാണ് കേരള ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവിന് മുന്നോട്ട് വന്നത്. എന്നിരുന്നാലും അതിൽ കുറെ ലീഗൽ ഇഷ്യൂസ് പിന്നീട് നേരിടുകയും, ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനീഷ്യലി ഇസ്ലാമിക് ബാങ്കിങ് എന്നുള്ള രീതിയിൽ അത് അനൗൺസ് ചെയ്യുകയും അതിന് പൊളിറ്റിക്കൽ നിറങ്ങൾ കൊടുക്കുകയും ആ രീതിയിൽ കുറച്ച് വിഷയങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ കമ്പനി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വളരെ വൈഡായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ക്ഷണിക്കുന്ന രീതിയിലുള്ള വലിയ എക്സ്പോഷേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ മൈൽഡ് ആയിക്കൊണ്ടും വളരെ സൈലന്റ് ആയിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതിന്റെ കീഴിൽ തന്നെ ചെയർമാൻ ഫണ്ട്സ് മാനേജ്മെന്റ് ലിമിറ്റഡും ചെയർമാൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡും ഒക്കെ ഉണ്ട്. എന്നാലും ഇതിൽ കുറച്ചുകൂടി ഒരു അവര് കൈവച്ചിട്ടുള്ള പ്രധാന മേഖല എന്ന് പറയുന്നത് ലീസ് ഫിനാൻസിങ് ആണ്. നമ്മൾ ഇസ്ലാമിക് ഫിനാൻസിന്റെ തന്നെ ഇജാറ പ്രൊഡക്റ്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മെഡിക്കൽ എക്യുപ്മെന്റ്സ്, IT എക്യുപ്മെന്റ്സ്, മാനുഫാക്ചറിങ് എക്യുപ്മെന്റ്സ് ഒക്കെ ലീസ് ഒരു ഡിമിനിഷിങ് രീതിയിലുള്ള, ഡിമിനിഷിങ് മുഷാറക്ക ഇജാറയുടെ ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു
പ്രോഡക്റ്റ് ആണ് അവർ നൽകുന്നത്. ആ രീതിയിൽ വളരെ മൈൽഡായിട്ടുള്ള ഒരു പ്രവർത്തനം മാത്രമേ നിലവിൽ മുന്നോട്ട് പോകുന്നുള്ളൂ. ഇതിനുള്ള മെയിനായിട്ടുള്ള ഒരു കാരണം അവർ ഉന്നയിക്കുന്നത് തന്നെ ഈ രീതിയിൽ ഇനീഷ്യലി ഉണ്ടായിരുന്ന ഒരു ഷോക്ക് അല്ലെങ്കിൽ ആ രീതിയിൽ ഉണ്ടായിരുന്ന പ്രോബ്ലംസ് ആയിരുന്നു. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പായിരുന്നു വഖഫ് പ്രോപ്പർട്ടിയിൽ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത്. ഇന്ത്യയിലെ ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു. കണ്ണൂർ മുസ്ലിം ജമാഅത്തുമായി സഹകരിച്ചുകൊണ്ട് കണ്ണൂർ മുസ്ലിം ജമാഅത്തിന്റെ വഖഫ് പ്രോപ്പർട്ടിയിലാണ് ഒരു മോള് പണിയുകയും സെന്റിനറി മോൾ പണിയുകയും അതിന്റെ റെന്റ് അല്ലെങ്കിൽ അതിൽ നിന്നും വരുന്ന ഇൻകം എന്നുള്ളത് കമ്പനിയും അതുപോലെ തന്നെ മുസ്ലിം ജമാഅത്തിനും ഷെയർ ചെയ്യുന്ന രീതിയിലുള്ള വളരെ ഒരു നല്ല വലിയൊരു ഇനീഷ്യേറ്റീവ് ആക്കി മാറ്റാൻ സാധ്യതയുള്ള ഒരു മൂവ്മെന്റ് ആക്കി മാറ്റാൻ സാധ്യതയുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു ഈ കമ്പനിയുടെ കീഴിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായിരുന്നു. അടുത്തത് റഹ്ബാർ ഫിനാൻഷ്യൽ കൺസൾട്ടൻസ്, അതൊരു എത്തിക്കൽ ഫണ്ട് റൈസിങ്ങിനായി ആ രീതിയിലേക്കുള്ള ഫിനാൻഷ്യൽ കൺസൾട്ടൻസിയും അതുപോലെ തന്നെ ഫണ്ട് റൈസിങ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു കമ്പനി. ₹10 lakhs ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ, 2 ഷെയർ ഹോൾഡേഴ്സ് മാത്രമുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അതിന് കീഴിലും വ്യത്യസ്തമായുള്ള കമ്പനികൾ, ഞാൻ സമയം ലിമിറ്റേഷൻ കാരണം മുന്നോട്ട് പോവാണ്. മറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസും ഇതുമായിട്ട് അഫിലിയേറ്റഡ് ആയിക്കൊണ്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് ലോസ് ഷെയറിംഗിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രൊഡക്ട്സ് വളരെ മുഷാറക്ക ബേസ്ഡുള്ള പ്രൊഡക്ട്സ് അതിലൊരു അട്രാക്ഷൻ ആണ്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ക്രെഡിറ്റ് ലിമിറ്റഡ്. 7.3 ക്രോസ് മൊബിലൈസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലോടുകൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനി. അതിന് ഈ പറഞ്ഞ പോലെ ലീഗൽ ഇഷ്യൂസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ഈ രീതിയിൽ മുഷാറക്ക ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിനെ നേരിടുകയും ഇനീഷ്യലി ഒരു NBFC ആയിരുന്ന AICLനെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വന്നു. അതിന്റെ കീഴിൽ ഇപ്പോൾ നിലവിൽ 3 സബ്സിഡിയറി കമ്പനീസ് ആണ്. AICL ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്മെന്റ്, മെസ്നൈൻ ബിൽഡേഴ്സ് സൊല്യൂഷൻസ്, അതുപോലെ തന്നെ AICL എന്റർപ്രൈസസ്. സെക്യൂറ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ആണ് മറ്റൊരു ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. ഇതും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. 7 ഷെയർ ഹോൾഡേഴ്സ് മാത്രമുള്ള ഒരു കമ്പനി. എന്നാൽ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ് അവർ റേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് മൊബിലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സെബിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട AIF സെക്യൂർഡ് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഇനി നമുക്ക് മൈക്രോ ഫൈനാൻസിലേക്ക് വരാം. ഇത്രയൊക്കെ പറഞ്ഞാലും വളരെ ചുരുക്കം വ്യക്തികളുടെ അല്ലെങ്കിൽ ചുരുക്കം എൻറ്റിറ്റീസിന്റെ ഇനീഷ്യേറ്റീവ് കൊണ്ടുള്ള ചുരുക്കം ചില മോഡൽസ് മാത്രമേ നമുക്ക് ഇന്ത്യയിൽ ചൂണ്ടിക്കാണിക്കാനുള്ളൂ. അതിൽ കുറച്ചും കൂടി ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് നമ്മുടെ കൺട്രിയിൽ, അതായത് ഒന്ന് ശ്രമിച്ചാൽ മുഹമ്മദ് യൂനുസ് ഇന്റർനാഷണലി മൈക്രോ ഫൈനാൻസിനെ എങ്ങനെയാണോ എക്സ്പോഷർ കൊടുത്തത് അതിൻ്റെ ഒരു 1000 മൾട്ടിപ്പിൾസ് ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ഇൻട്രസ്റ്റ് ഫ്രീ മൈക്രോ ഫൈനാൻസ് എന്ന് പറയുന്നത്. അതായത് വ്യത്യസ്ത രീതിയിൽ ഇന്ത്യയിൽ മൈക്രോ ഫൈനാൻസ് പയറ്റി തെളിഞ്ഞ ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനും ഏറ്റവും നല്ല ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റിനും നമുക്ക് സാധ്യമാകുന്ന ഒരു മേഖല കൂടിയാണ് മൈക്രോ ഫൈനാൻസ് എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യയിൽ തന്നെ കമ്മിറ്റി ഓൺ ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ, അതിൻ്റെ പ്രൊഫസർ രഘുറാം രാജൻ ചെയർമാൻ ആയിട്ടുള്ള കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ തന്നെയുണ്ട് ഇൻട്രസ്റ്റ് ഫ്രീ മൈക്രോ ഫൈനാൻസ് ഇന്ത്യയിൽ കൊണ്ടുവരണമെന്നും അതിൻ്റെ പ്രധാന കാരണമായി അദ്ദേഹം പറയുന്നത് നിലവിലുള്ള ഫിനാൻഷ്യൽ എക്സ്ക്ലൂഷനാണ്. ആ ഒരു എക്സ്ക്ലൂഷനുള്ള വലിയൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഇൻട്രസ്റ്റ് ഫ്രീ മൈക്രോ ഫൈനാൻസിനെ അദ്ദേഹം ഈ ഒരു റെക്കമെൻഡേഷനിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമായി മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലും പ്രധാനമായും ഓൾറെഡി ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു കോപ്പറേറ്റീവ് സൊസൈറ്റി മോഡൽസ് ആണ് ഉള്ളത്. അതിലും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസും ഉണ്ട്, ചില സ്റ്റേറ്റുകളിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസും ഉണ്ട്. അതുപോലെ തന്നെ NGO മോഡൽസ്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ മോഡൽസും NHT മോഡൽ അയൽക്കൂട്ട സംവിധാനങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന മോഡൽസും ഉണ്ട്. അതുപോലെ തന്നെ നിധി സംവിധാനങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ചുരുക്കം ചില മോഡലുകളും ഉണ്ട്. അപ്പോൾ ഇതിൽ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയുന്ന ഒരു സംഗതിയാണ് പാർട്ടിസിപ്പേറ്ററി മൈക്രോ ഫൈനാൻസ്. അതായത് ഇസ്ലാമിക് ഫിനാൻസിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റായ മുദാറബ ബേസിലുള്ള ഫൈനാൻസിങ്ങും ഇതിൽ ചില സ്ഥാപനങ്ങളുടെ വളരെ നല്ല ഒരു പ്രത്യേകതയാണ്.
അതിൽ തുടക്കം എന്നുള്ള രീതിയിൽ ഞാൻ ഇൻഫാക്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നമ്മളിൽ പലർക്കും കൃത്യമായ ധാരണയുള്ള അറിവുള്ള ഒരു കാര്യമാണ് ഇൻഫാക്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊസൈറ്റി. സൊസൈറ്റീസ് ആക്ട് 2012 ബേസിസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. ഈ NGOയുടെ ഒരു പ്രധാനപ്പെട്ട റോള് എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഇൻട്രസ്റ്റ് ഫ്രീ നെയ്ബർഹുഡ് ഗ്രൂപ്പ്സിനെ, അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന NGOനെ ഒരു അംബ്രല്ല NGO എന്നുള്ള രീതിയിൽ ഗൈഡ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇൻഫാക്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് NGO മോഡൽ മൈക്രോ ഫൈനാൻസിനെയാണ് അത് മുന്നോട്ട് വെക്കുന്നത്. NGOക്ക് കീഴിൽ ലോക്കൽ NGOs ഫോം ചെയ്യുകയും ആ NGOകൾക്ക് കീഴിൽ നെയ്ബർഹുഡ് ഗ്രൂപ്പ്സും അതിന് കീഴിൽ മെമ്പേഴ്സും വരുന്ന ഒരു സ്ട്രക്ചറാണ് ഇതിനുള്ളത്. പ്രധാനമായും അയൽക്കൂട്ട അംഗങ്ങൾക്കിടയിൽ നിന്നും സേവിങ്സ്, അവരുടെ മൈക്രോ സേവിങ്സിനെ പ്രൊമോട്ട് ചെയ്യാനും ആ സേവിങ്സിലൂടെ തന്നെ അവരിലേക്ക് തന്നെ മൈക്രോ ഡെറ്റ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷനാണ് പ്രധാനമായി ഉള്ളത്. മൈക്രോ സേവിങ്സും മൈക്രോ ക്രെഡിറ്റ്സിനും പുറമെ മൈക്രോ ഓൺടർപ്രണേഴ്സിനെയും ഇത് നന്നായി സപ്പോർട്ട് ചെയ്യും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിന് വേണ്ട ഫണ്ട്, ക്രെഡിറ്റ് മാത്രമല്ല അതിന് വേണ്ട ട്രെയിനിങ്ങും സോഷ്യൽ അവയർനെസ്സും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് 95% ഓഫ് ദ മെമ്പേഴ്സ് ആർ വിമൻ. ആ ഒരു വിമൻ്റെ ഇടയിൽ വിമൻ എംപവർമെന്റ് എന്നുള്ള രീതിയിലേക്ക് കൂടി ഫോക്കസ് ചെയ്യുന്ന ആ ഒരു വിമൻ പാർട്ടിസിപ്പേഷൻ ഫോർ എ പ്രോസ്പെറസ് ആൻഡ് അക്കൗണ്ടബിൾ കമ്മ്യൂണിറ്റി എന്നതാണ് ആ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു നെയ്ബർഹുഡ് ഗ്രൂപ്പ്സിന്റെ ഒരു 2018 മുതൽ 24 വരെയുള്ള ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈവൻ ഡ്യൂറിങ് കോവിഡ് പാൻഡമിക് സിറ്റുവേഷൻ ഇൻഫാക്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ മെമ്പേഴ്സിന്റെ എണ്ണത്തിലും നെയ്ബർഹുഡ് ഗ്രൂപ്പ്സിന്റെ എണ്ണത്തിലും നല്ല ഒരു സ്റ്റഡി അപ്വേർഡ് ഗ്രോത്ത് ട്രെൻഡ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈവൻ ഡ്യൂറിങ് കോവിഡ് പാൻഡമിക് മെമ്പേഴ്സ് തമ്മിലുള്ള കോർഡിനേഷനും അതിന്റെ ഫംഗ്ഷനും അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസും മൈക്രോ സേവിങ്സും ഓൺടർപ്രണർഷിപ്പും മറ്റു ആക്ടിവിറ്റീസും ഒക്കെ വളരെ ആക്റ്റീവായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്ന ഒരു സൊസൈറ്റി കൂടിയാണിത്. 14 ജില്ലകളിലും ഇതിന്റെ ഒരു സ്ട്രക്ചർ ഞാൻ പറയാം. ആ ഒരു ഗവേണിംഗ് ബോഡിക്ക് കീഴിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും അതിന്റെ കീഴിൽ ലോക്കൽ NGOs. ഈ ലോക്കൽ NGOs വ്യത്യസ്ത ജില്ലകളിൽ വ്യത്യസ്ത പ്രദേശങ്ങളിലായിട്ട് പരന്നു കിടക്കാണ്. ഏകദേശം ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഇതിൽ അധികം ഉണ്ടാവും. ഇത് 2023-24 റിപ്പോർട്ടാണ്. 231 NGOs ആണ് ലോക്കൽ NGOs ഉള്ളത്, ഇൻഫാക്കിന് കീഴിലുള്ള NGOs. ആ NGOസിന് കീഴിൽ അവർ സബ് സെന്റേഴ്സ് രൂപീകരിക്കുകയും ആ സബ് സെന്റേഴ്സിന് കീഴിൽ നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ് ഫോം ചെയ്യുകയും ചെയ്യും. ആ റിപ്പോർട്ട് പ്രകാരം 6261 നെയ്ബർഹുഡ് ഗ്രൂപ്പ്സിന് കീഴിൽ 1,06,42 മെമ്പേഴ്സ് ആണുള്ളത്. ഈ മെമ്പേഴ്സിൽ 95% വിമൻ ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചറും ഇതിന്റെ ഒരു പെനിട്രേഷനും പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ്, ഇത് നിങ്ങൾ ഈ ഫോട്ടോസിൽ കാണുന്ന പലതും കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ പോലും നടന്നിട്ടുള്ള പല എൻഗേജ്മെന്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ വിമൻ എംപവർമെന്റിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്ത്രീകളുടെ സംഘാടനവും സ്ത്രീകളുടെ മൈക്രോ സേവിങ്സ്, മൈക്രോ ഓൺടർപ്രണർഷിപ്പ്, അതുപോലെ തന്നെ മറ്റ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, മറ്റ് കൾച്ചറൽ എൻഗേജ്മെന്റ്സ് ഒക്കെ ആയിട്ട് വളരെ ആക്റ്റീവ്ലി ഇൻവോൾവ് ചെയ്യുന്ന ഒരു NGO കൂടിയാണ്. അതിൽ വ്യത്യസ്ത ക്യാമ്പുകളും മറ്റ് ട്രെയിനിങ്ങുകളും മറ്റ് ക്യാമ്പയിനുകളും ഒക്കെ ആയി, അതുപോലെ തന്നെ ചാരിറ്റി വർക്കും, ഈവൻ അംഗങ്ങളുടെ ഫിനാൻഷ്യൽ സെൽഫ് സഫിഷ്യൻസിക്കും അവരുടെ ഈവൻ വീടില്ലാത്ത ആളുകൾക്ക് ആ രീതിയിലുള്ള സപ്പോർട്ട്, അങ്ങനെ പല രീതിയിലുള്ള ചാരിറ്റി വർക്ക്. ഒരു ഫോട്ടോ, ഇതിന്റെ ഒരു മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു ബോണ്ട് എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞാൽ കണ്ണൂർ എയർപോർട്ട് ഇനോഗ്രേഷന്റെ സമയത്ത് ഒരു അയൽക്കൂട്ടം, അതായത് എയർ യാത്ര നടത്തിയിട്ടില്ലാത്ത, വിമാനയാത്ര നടത്തിയിട്ടില്ലാത്ത പല അംഗങ്ങളെയും അവരെയും കൂട്ടിക്കൊണ്ട് കണ്ണൂർ എയർപോർട്ട് ഇനോഗ്രേഷന് കണ്ണൂർ ടു എറണാകുളം ഒരു ഫ്ലൈറ്റ് ജേർണി വരെ ആ ഒരു രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, മെമ്പേഴ്സിന് വളരെ എക്സ്പോഷറും വളരെ എക്സ്പീരിയൻസും പ്രൊവൈഡ് ചെയ്യുന്ന, എസ്പെഷ്യലി ലോവർ ബാക്ക്ഗ്രൗണ്ടിലുള്ള വിമനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു NGO ആണ്. ഒരുപാട് വിമൻ ഓൺടർപ്രണേഴ്സ് ഇതിലൂടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായി.
അടുത്തത് പറയാൻ ഉദ്ദേശിക്കുന്നത് സംഗമം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആണ്. കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഹെഡ് ഓഫീസ് കാലിക്കറ്റും അതുപോലെ തന്നെ 3 പ്രദേശങ്ങൾ, അതായത് കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരിയിലായിട്ട് 7 ബ്രാഞ്ചുകളാണ് സംഗമത്തിനുള്ളത്. ഈ 7 ബ്രാഞ്ചുകൾ മാത്രമായി ഇത് 7 ചുരുങ്ങാനുള്ള ഒരു കാരണം ഈ പറയുന്ന പോലുള്ള ലീഗൽ റെസ്ട്രിക്ഷൻസ് ആണ്. അതിന്റെ എക്സ്പാൻഷന് വരുന്ന ടെക്നിക്കൽ ആയിട്ടുള്ള ലാഗ്സും മറ്റ് ബാരിയേഴ്സും ആണ് ഈ രീതിയിൽ ബ്രാഞ്ചുകളുടെ എണ്ണത്തിലുള്ള എക്സ്പാൻഷന് സംഗമത്തിന് മുന്നിൽ വലിയൊരു തടസ്സമായിട്ടുള്ളത്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആക്ട് 2012 പ്രകാരമാണ് ഇത് പ്രവർത്തിക്കുന്നത്. സാധാ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ പോലെ തന്നെ സേവിങ്സ് മൊബിലൈസ് ചെയ്യുക, ലോൺസ് ക്രിയേറ്റ് ചെയ്യുക. എന്നാൽ അതിൽ ഒരു പടി കൂടി മുന്നോട്ട് കടന്നുകൊണ്ട് പാർട്ടിസിപ്പേറ്ററി മൈക്രോ ഫൈനാൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി കൂടിയാണ് സംഗമം സൊസൈറ്റി. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ മൈക്രോ ഓൺടർപ്രണേഴ്സിനെ അവരുടെ എന്റർപ്രൈസസിൽ ഫിനാൻഷ്യൽ പാർട്ടിസിപ്പേഷൻ, അതായത് ഷെയർ ഹോൾഡർ എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് അടക്കം ആ രീതിയിൽ മുഷാറക്ക ബേസ്ഡ് ആയിട്ടുള്ള പാർട്ടിസിപ്പേറ്ററി ഫൈനാൻസിങ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംരംഭം കൂടിയാണ്. ഇതിനു പുറമെ ഷോർട്ട് ടേം ബിസിനസ് പാർട്ടിസിപ്പേഷൻ, ലീസിങ്, ഐഡന്റിഫൈഡ് സ്കീംസ്, ഡിമാൻഡ് ലോൺസ് ഒക്കെ. ഡിമാൻഡ് ലോൺസ് മെയിൻ ആയിട്ട് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് മാത്രമാണ്. അതുപോലെ തന്നെ ഒരുപാട് നമ്പർ ഓഫ് ഡെപ്പോസിറ്റ് സ്കീംസും ഉണ്ട്. അതുപോലെ തന്നെ മൈക്രോ എന്റർപ്രൈസ് സ്കീംസും ഉണ്ട്. പല രീതിയിലുള്ള എന്റർപ്രൈസ് സ്കീംസിലെ എന്റർപ്രൈസസിന് പ്രോഫിറ്റ് ലോസ് ഷെയറിംഗ് ബേസിസിലാണ്. എന്റർപ്രൈസിൽ മുതൽ മുടക്കുന്ന തുകയുടെ അടിസ്ഥാനത്തിൽ ലാഭനഷ്ട പങ്കാളിത്തത്തോടു കൂടി പരസ്പരം ഒരു അഗ്രിമെന്റിന്റെ ബേസിൽ, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അഗ്രിമെന്റിന്റെ ബേസിൽ ആ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന ഡിമിനിഷിങ് മുഷാറക്ക പോലുള്ള പ്രോഡക്ട്സ് ആണ് മെയിനായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിലുള്ള മെമ്പേഴ്സിന്റെ ഗ്രോത്തും നമുക്ക് ലാസ്റ്റ് ഒരു ഡെക്കേഡിലുള്ള ഗ്രോത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. 37,008 എത്തി നിൽക്കുകയാണ് ലാസ്റ്റ് 23-24 റിപ്പോർട്ട് പ്രകാരം. ഇതിലും ഒരു നല്ല ട്രമെൻഡസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒരുപാട് വിമൻ എന്റർപ്രണേഴ്സ് അല്ലെങ്കിൽ മൈക്രോ എന്റർപ്രണേഴ്സിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംരംഭമാണ്. എൻ്റെ ഒരു ഫീൽഡ് സ്റ്റഡിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാണ്. കോവിഡിന് തൊട്ട് മുന്നേ പ്രവാസിയായിരുന്ന ഒരാള്, എൻ്റെ സംഗമത്തിലെ ഒരു ഫസ്റ്റ് സാമ്പിൾ കൂടിയായിരുന്നു അദ്ദേഹം. പ്രവാസിയായിരുന്ന ഒരാൾ, ജോലി നഷ്ടപ്പെട്ട് അദ്ദേഹം വരികയും അദ്ദേഹത്തിന് ലാഭനഷ്ട പങ്കാളിത്തത്തിൽ ഉള്ളതല്ല, ഒരു സാധാ മൈക്രോ ഫൈനാൻസ് ലോൺ, കേവലം 25,000 റുപ്പീസിന്റെ ഒരു ലോണാണ് അദ്ദേഹത്തിന് സംഗമത്തിൽ നിന്നും അദ്ദേഹം ആവശ്യപ്പെട്ടതും സംഗമം സാങ്ഷൻ ചെയ്തതും. ആ ഒരു ലോണിന്റെ ബേസിൽ അദ്ദേഹം തുടങ്ങിയ കാറ്ററിംഗ് ബിസിനസ് എന്ന് പറയുന്നത് ഇന്ന് മാസത്തിലെ 50,000 രൂപ സംഗമത്തിൽ അദ്ദേഹം ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ഓണ്ടർപ്രണറായി മാറി എന്നുള്ളത് ഒരു എക്സാമ്പിൾ ആണ്. ഇതുപോലെ പല എക്സാമ്പിൾ പലിശയുടെ വലിയ കെടുതികളിൽ പെട്ടിട്ട് സ്വന്തം സംരംഭമൊക്കെ കംപ്ലീറ്റ്ലി ഡൗൺ ആയിപ്പോയി. അതായത് പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട ബ്രാഞ്ചിന് വളരെ അധികം വലിയൊരു എക്സ്പീരിയൻസ് ബേസിലുള്ള ഒരു ബ്രാഞ്ച് കൂടിയാണ് സംഗമത്തിന്റെ ഈരാറ്റുപേട്ട ബ്രാഞ്ച്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മെജോറിറ്റിയും മുസ്ലിം ട്രേഡേഴ്സ് ആയിട്ടുള്ള ഒരു ടൗൺ ആണ് ഈരാറ്റുപേട്ട ടൗണ്. അവിടുത്തെ ഒരു ഫിനാൻസിങ് രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇൻഫോർമൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ബേസ്ഡ് ലെൻഡേഴ്സ് ആയിരുന്നു അവിടെ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. തമിഴ്നാട് നിന്നൊക്കെ വരുന്ന റൗത്തർമാരും മറ്റാളുകളായിരുന്നു അവിടെ ബ്ലേഡ് പലിശക്ക് ബ്ലേഡ് കൊടുത്തുകൊണ്ടിരിക്കുകയും അതിലൂടെ വളരെയധികം ദയനീയ അവസ്ഥയിൽ തുടരുന്നുണ്ടായിരുന്ന കച്ചവടക്കാരെ കൈപിടിച്ചുയർത്തിയ ഒരു സംരംഭവും കൂടിയാണ് ഈരാറ്റുപേട്ട ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഒരുപാട് ഇതിൽ 100-ലധികം ആളുകളെ ബെനിഫിഷ്യറീസിനെ നേരിട്ട് ഇന്റർവ്യൂ ചെയ്ത ഒരു അനുഭവത്തിൽ പറയാണ്. ഒരുപാട് ആളുകൾക്ക് അവരുടെ സംരംഭത്തെ കരകയറ്റാൻ പറ്റിയെന്ന് മാത്രമല്ല, ഏകദേശം ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ വലിയൊരു പ്രദേശമാണ് 100% എന്ന് തന്നെ പറയണം പലിശ ബേസ്ഡ് ആയിട്ടുള്ള ഇത്തരം ഇൻഫോർമൽ ആയിട്ടുള്ള ലെൻഡേഴ്സിന്റെ പിടിയിൽ നിന്ന് മുക്തമാക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു നേട്ടമായിട്ട് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇത് കച്ചവടക്കാർ മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളും അതുപോലെ തന്നെ യുവാക്കളും ഒക്കെ ഇതിന്റെ ബെനിഫിഷ്യറീസ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഇസ്ലാമിക് ഫൈനാൻസ് എന്നോ ഇസ്ലാമിക് ബാങ്കിങ് എന്നോ അതിന്റെ ആ ഒരു രീതിയിലേക്ക് ഇതിനെ കോർണറൈസ് ചെയ്യുന്ന ഒരു രീതി നമ്മൾ പൊതുവെ കാണാറുണ്ട്. ആ ഒരു നിറം കൊടുക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കൊണ്ടുപോവാതെ എല്ലാ മതസ്ഥരും ഒരുപോലെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ഏത് മതത്തിലുള്ള ട്രേഡർ ആയാലും അല്ലെങ്കിൽ ഏത് വിഭാഗം, ചില ഇന്ത്യൻ
ലോ അനുസരിച്ച് ഇന്ത്യയിലെ നിലവിലുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലോ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു എൻറ്റിറ്റി എന്നിരിക്കെ അതിന്റെ ബെനിഫിഷ്യറീസും ആ രീതിയിൽ തന്നെ വളരെ സെക്യുലർ ആയിട്ടുള്ള, ഇതിൽ ഒരു എക്സാമ്പിൾ പറയാൻ ഒരു സ്റ്റുഡിയോ, ടോം സ്റ്റുഡിയോ, നിങ്ങൾ ഫോട്ടോ കാണുന്നുണ്ടാവും. അദ്ദേഹം പേഴ്സണലി പങ്കുവെച്ച, അദ്ദേഹത്തിന്റെ പേര് ടോം എന്നാണ്, അദ്ദേഹം പങ്കുവെച്ച ഒരു എക്സ്പീരിയൻസ് ആണ്. വളരെ ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റുഡിയോ ആയിരുന്ന അദ്ദേഹത്തിന് നിരന്തരം പ്രോഫിറ്റ് ലോസ് ഷെയറിംഗ് ബേസിസിൽ സംഗമവുമായിട്ട് ഒരു 10-ലധികം വർഷമായിട്ടുള്ള ഡീലാണ്. ആ ഡീലിന്റെ പേര്, ചെറിയൊരു സ്റ്റുഡിയോയിൽ നിന്നും മോർ ദാൻ 30 lakhs നെറ്റ് വർത്ത് ഉള്ള 35 lakhsോളം നെറ്റ് വർത്ത് ഉള്ള ഒരു സ്റ്റുഡിയോ ആയി അദ്ദേഹം ആ സ്റ്റുഡിയോനെ കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്തത് സംഗമത്തിന്റെ ആ ഒരു ഫൈനാൻസിങ്ങിലൂടെയാണ്. പ്രോഫിറ്റ് ലോസ് ഷെയറിംഗ് ബേസിസിൽ ഡിമിനിഷിംഗ് ആയിട്ടുള്ള മുഷാറക്ക ബേസിസിലാണ് അതിന്റെ ഫണ്ടിങ് പ്രധാനമായിട്ടും വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ചില ആളുകൾ നിലവിൽ ഫിനാൻഷ്യലി വളരെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ സംഗമത്തിനെ അപ്രോച്ച് ചെയ്യുകയും ആ രീതിയിലുള്ള ലോണ് അവരുടെ പേഴ്സണൽ ഈ പറയുന്ന ബിസിനസ് ഗ്രോത്തിന് ഘടകമായി മാറി എന്നുള്ളതും, അതിൽ നല്ല ഒരു ഡെപ്പോസിറ്റ്, ഡെയിലി ഡെപ്പോസിറ്റ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. എല്ലാ ഫിനാൻഷ്യൽ സംരംഭങ്ങൾക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആരും റീപേയ്മെന്റ് കമ്പൽ ചെയ്യില്ല എന്നുള്ളതാണ്. റീപേയ്മെന്റ് കമ്പൽ ചെയ്യാണ്ട് പ്രോപ്പറായി നടക്കാണ്ടിരിക്കുകയും അതിലൂടെ ഡെറ്റ് അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ആളുകളുടെ ഫിനാൻഷ്യൽ ബേർഡൻ വർദ്ധിക്കുന്നത്. എന്നാൽ വളരെ എല്ലാ ബെനിഫിഷ്യറീസും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡെയിലി കളക്ഷൻ സ്കീമുകളാണ്. സംഗമത്തിന്റെയും ഞാൻ വേറെ സാമ്പിളായി എടുത്ത അൽഖൈർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് കളക്ഷൻ ഏജൻസ് അല്ലെങ്കിൽ ബ്രാഞ്ച് ഫെസിലിറ്റേറ്റേഴ്സിനെ വെച്ചുകൊണ്ട് തന്നെ അവർ ഫീൽഡിൽ ഈ പറയുന്ന എമൗണ്ടുകൾ ഡെയിലി അവർ തമ്മിൽ ഉണ്ടാക്കിയ ഒരു ഡെയിലി ഡീൽ, EMIന്റെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവും. ആ ഒരു ഡെയിലി എമൗണ്ട് കളക്ട് ചെയ്യും. അത് ഫിക്സ്ഡ് എമൗണ്ട് ഒന്നും ആയിരിക്കില്ല, മെജോറിറ്റിയും ഫ്ലെക്സിബിൾ എമൗണ്ട് ആയിരിക്കും. ബേസ്ഡ് ഓൺ അവരുടെ അന്നത്തെ കച്ചവടത്തിന്റെ ബേസിലായിരിക്കും ഒരു നിശ്ചിത ശതമാനം ഡെപ്പോസിറ്റ് ചെയ്യുകയും ഒരു നിശ്ചിത ശതമാനം അവരുടെ ലോൺ തിരിച്ചടവും ചെയ്യുകയും വളരെ സ്മൂത്ത് ആയിക്കൊണ്ട് അവർ പോലും അറിയാത്ത രീതിയിൽ ബിസിനസ്സിൽ നിന്ന് ഡേ ടു ഡേ ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ അവരുടെ ലോൺ റീപേയ്മെന്റ് നടന്നു പോവുകയും ചെയ്യുന്ന, എന്നിട്ട് വളരെ നല്ല ആ ഒരു റെക്കോർഡുള്ള ആളുകൾക്ക് വീണ്ടും വീണ്ടും ആ രീതിയിൽ അവരുടെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ ലോൺ ലഭിക്കുകയും ആ രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഡെയിലി കളക്ഷൻ എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് കൂടിയാണ് ഇത്തരം സൊസൈറ്റീസിന്റെ. മറ്റൊരു പ്രധാനപ്പെട്ട സൊസൈറ്റിയാണ് അൽഖൈർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. ഇന്ത്യയിലെ ബീഹാർ ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന, പട്ന ബീഹാറാണ് അതിന്റെ ഹെഡ് ഓഫീസ്. അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ബീഹാർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യപരമായി ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടുത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം തന്നെയാണ് ഈ ഒരു സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. 13 ബ്രാഞ്ചുകൾ, അതായത് അക്രോസ് ബീഹാറിൽ തന്നെ 5-ലധികം ബ്രാഞ്ചുകളുണ്ട്. അതുപോലെ തന്നെ ഡൽഹി, ജാർഖണ്ഡ്, ഉത്തർപ്രദേശിലും ഒക്കെ ബ്രാഞ്ചുകളുള്ള ഒരു വലിയൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അൽഖൈർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. അതിന്റെ പ്രധാനപ്പെട്ട ഓൾമോസ്റ്റ് സംഗമവുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് തന്നെയാണ് ഉള്ളത്. ഇൻട്രസ്റ്റ് ഫ്രീ ആയിക്കൊണ്ടുള്ള ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് ആയ ഡിമാൻഡ് ലോൺസും അതുപോലെ തന്നെ ബിസിനസ് ലോൺസും. ബിസിനസ് ലോൺസ് ഈ രീതിയിൽ പ്രീ അഗ്രീഡ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഷെയറിംഗ് ബേസിസിൽ ഫണ്ടിന്റെ ഒരു അവൈലബിലിറ്റി അനുസരിച്ചുള്ള ഒരു പ്രോഫിറ്റ് ഷെയർ ബേസിസിൽ തന്നെ പ്രവർത്തിക്കുന്ന ബിസിനസ് ലോണുകളും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഖർദ് ഹസൻ ടൈപ്പിലുള്ള ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് ആണ് ഡിമാൻഡ് ലോൺസ്. അതുപോലെ തന്നെ വളരെ കൃത്യമായ സ്ക്രീനിങ്ങും അതുപോലെ തന്നെ കൃത്യമായ പിയർ പ്രഷറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലോണ് സ്ക്രീനിങ് പ്രൊസീജിയറിലൂടെ ലോണ് സാങ്ഷൻ KYC പ്രൊസീജിയേഴ്സ് ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ലോൺ സാങ്ഷൻ ആക്കുകയും അതുപോലെ തന്നെ അതിന്റെ റീപേയ്മെന്റ് എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ തന്നെ ബ്രാഞ്ച് ഫെസിലിറ്റേറ്റേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് വളരെ നാട്ടുകാരുടെ അടുത്ത് ഏറ്റവും മിങ്കിളാവാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രാഞ്ച് ഫെസിലിറ്റേറ്റേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട്, ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ ഫീൽഡ് വർക്കിന് പോകുമ്പോൾ ഒരുപാട് മുൻധാരണകൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവും. ചില കേരളം പോലെ അത്രയും ഡെവലപ്പ് ആയ ഒരു ആ ഒരു രീതിയിൽ ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്നതും ഈ ബീഹാർ പോലുള്ള ഒരു സംസ്ഥാനത്ത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഇത്തരത്തിലുള്ള സൊസൈറ്റി പ്രവർത്തിക്കുന്നത് എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പ്രതീക്ഷയെ ആകെ തകിടം മറിച്ചുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയി മാത്രമല്ല ഒരു ബ്രാഞ്ച് കംപ്ലീറ്റ്ലി റൺ ചെയ്യുന്നത് ലേഡീസ് ആണ്.
ആ ഒരു രീതിയിൽ 4-5 ബീഹാറിലുള്ള 5ഓളം ബ്രാഞ്ചുകൾ നേരിട്ട് വിസിറ്റ് ചെയ്ത ഒരു എക്സ്പീരിയൻസിന്റെ ബേസിൽ പറയാണ്, വളരെ ലോക്കൽ കമ്മ്യൂണിറ്റിയുമായിട്ട് വളരെ മിംഗ്ലിംഗ് ആയിക്കൊണ്ടുള്ള ബ്രാഞ്ച് ഫെസിലിറ്റേറ്റേഴ്സും അതിന്റെ കോർഡിനേറ്റേഴ്സും ഒക്കെ ആയിക്കൊണ്ട് വളരെ സക്സസ്ഫുള്ളി, എന്നാൽ ചിലപ്പോൾ റീപേയ്മെന്റ് പോലുള്ള കാര്യങ്ങളിൽ ഇത് ഡാറ്റ എക്സാക്ട് റിവീൽ ചെയ്യാത്ത എൻ്റെ പഠനത്തിന്റെ റിപ്പോർട്ട് ഇതുവരെ പബ്ലിഷ് ചെയ്യുകയോ മറ്റ് കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ്. അതായത് പ്രധാനമായും അവർ പറയുന്ന ഒരു ഡെയിലി റീപേയ്മെന്റ് എന്നുള്ള ആ ഒരു പ്രധാന അഡ്വാൻറ്റേജിന് പുറത്ത് മറ്റൊരു അഡ്വാൻറ്റേജ് ആയി പറയുന്നത്, കൺവെൻഷണൽ ഫിനാൻസിൽ നമുക്ക് കാണാം ഈ പറയുന്ന പോലെ ലോൺ അക്യുമുലേറ്റ് ചെയ്ത് വരികയും ഇനി നമുക്ക് പേഴ്സണലി എന്ത് ഷോക്കും, അതായത് കോവിഡോ അല്ലെങ്കിൽ എന്ത് പാൻഡമിക്കോ പേഴ്സണലി എന്തെങ്കിലും ക്രൈസിസോ വന്നു കഴിഞ്ഞ് ബിസിനസ് ഇനി ക്ലോഷർ ആയാൽ പോലും നമുക്ക് ഈ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് വലിയൊരു ഹ്യൂജ് ബാധ്യതയായി മാറുന്ന ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടി ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻസ് വെച്ചുകൊണ്ട് തന്നെ ലോൺ റീപേയ്മെന്റിന് വിത്തൗട്ട് എനി എക്സ്ട്രാ ചാർജസ്, വിത്തൗട്ട് എനി പെനാലിറ്റി കുറച്ചുകൂടി ടേം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അതായത് വളരെ ജെന്വിൻ ആയിട്ടുള്ള റീസൺ കൊണ്ട് മാത്രമേ ആളുകൾ ഈ രീതിയിൽ റീപേയ്മെന്റ് മുടക്കുകയുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജെന്വിൻ അല്ലാത്ത കേസുകൾ റെയറസ്റ്റ് അമംഗ് ദ റെയർ മാത്രമായിരിക്കും. വളരെ സാധാരണക്കാരായിട്ടുള്ള എന്നാൽ ഒരു പിയർ ഗ്രൂപ്പിന്റെ പ്രഷറിൽ എപ്പോഴും ജീവിക്കുന്ന ആളുകളായിരിക്കും ഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെ ജെന്വിൻ ആയിട്ടുള്ള റീസൺസിൽ മാത്രമേ, അതായത് വീണ്ടും അവർക്ക് ഒരു ആവശ്യം വന്നാൽ അപ്രോച്ച് ചെയ്യേണ്ടത് കൺവെൻഷണൽ ബാങ്കിങ്ങിൽ മറ്റ് അസറ്റുകളോ അല്ലെങ്കിൽ മറ്റ് കൊലാട്രലോ ഇല്ലാതെ അവർക്ക് ലോൺ ലഭിക്കില്ല. ആ ഒരു സമയത്താണ് ഇവിടെ മറ്റു ഡോക്യുമെന്റ്സ്, മെമ്പർഷിപ്പ്, മെമ്പേഴ്സിന്റെ സെക്യൂരിറ്റി, അതുപോലെ തന്നെ PDC ബ്ലാങ്ക് ചെക്ക്, അങ്ങനെയുള്ള ചില ഡോക്യുമെന്റ്സിന്റെ ബേസിസിലാണ് ഇവർക്ക് ലോൺ കൊടുക്കുന്നതെങ്കിലും അതുപോലെ തന്നെ ബിസിനസിന്റെ ആ ഒരു നെറ്റ്വർത്ത്, സ്റ്റോക്ക് ഒക്കെയും എല്ലാ ഡോക്യുമെന്റ്സിന്റെയും വെരിഫിക്കേഷൻസിന് ശേഷമാണെങ്കിലും ഈ രീതിയിൽ ക്രൈസിസ് ഒരു ഷോക്ക് അവരുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ സംരംഭത്തിന് വന്നു പോയാൽ, പേഴ്സണലി വന്നു പോയാൽ അതിൽ വളരെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു എക്സ്റ്റൻഷൻ എന്നുള്ളതാണ് പലരും അംഗീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാതൃക എന്ന് പറയുന്നത്. ഒരു ഇസ്ലാമികമായിട്ടുള്ള ഒരു മാതൃക കൂടിയാണത്. മറ്റ് വീഴ്ചകളൊന്നും വരുത്താതെ കറക്റ്റ് റീപേയ്മെന്റ് ആ രീതിയിൽ എൻഷുർ ചെയ്യാനും പറ്റും. ഈ രീതിയിലുള്ള ചെറിയ ഒരു എക്സ്റ്റൻഷൻ ആ ഒരു മെത്തേഡിലൂടെ, ആ ഒരു റിലാക്സേഷനിലൂടെ ഒരു മിറാക്കിൾ തന്നെ അവിടെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു വലിയൊരു അതിശയം. പക്ഷെ അതിൻ്റെ ഒരു വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള സൊസൈറ്റീസിന്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഈ രീതിയിൽ ഹെവി ഇൻട്രസ്റ്റോ മറ്റ് ചാർജുകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പറേഷൻ കോസ്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സർവീസ് ചാർജ് ഈടാക്കേണ്ടി വരും എന്നുള്ളതാണ്. ലോൺ എമൗണ്ടിൻ്റെ 16 to 18% വരെ വൺ ടൈം സർവീസ് ചാർജ് ഈടാക്കേണ്ടി വരാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു. പക്ഷേ എന്നിരുന്നാൽ പോലും സർവീസ് ചാർജ് എന്നുള്ളത് ഒരൊറ്റ ബെനിഫിഷ്യറി പോലും ഒരു നെഗറ്റീവ് മാർക്കായിട്ട് അതിനെ പറയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. അൽഖൈർ സ്ഥാപനത്തിൽ സർവീസ് ചാർജിന് പുറമെ എക്സ്ട്രാ GST കൂടി അവർക്ക് ചാർജ് ചെയ്യപ്പെടുന്നുണ്ട്. 18% സർവീസ് ചാർജിന് മേലെ GST കൂടി വന്നിട്ട് പോലും ആളുകൾക്ക് അതൊരു ഫീസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് അവിടെയുള്ള ആളുകൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു മെമ്പേഴ്സിന്റെ എണ്ണത്തിലുള്ള ഒരു ഗ്രോത്തും ഓൾമോസ്റ്റ് ലൈക്ക് സംഗമം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി 33,198 മെമ്പേഴ്സ് ആണ് ലാസ്റ്റ് ആനുവൽ റിപ്പോർട്ട് പ്രകാരം. ഒരുപാട് അതിൽ ഒരു ഫീൽഡ് വർക്ക് നടത്തിയ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഭാരിഭവൻ എന്ന് പറയുന്ന ഒരു സ്ലം ഏരിയ. ഒരു പക്ക നമ്മൾ ഏതൊക്കെ ഒരു സ്ലം ഏരിയയുടെ എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള ഒരു വളരെ ദയനീയമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ ആളുകൾ ജീവിച്ചു പോകുന്ന 100% മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ഒരു സ്ലം ഏരിയയാണ് ഭാരിഭവൻ. അവിടുത്തെ ആ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ അവിടെ ആ ഒരു സ്ലം ഏരിയയിൽ 100-ലധികം വീടുകൾ എന്ന് പറയാൻ പറ്റൂല, ചെറിയ കൂരകൾ പോലെ സർക്കാർ ഫണ്ടിൽ കെട്ടിയുണ്ടാക്കിയ ബിൽഡിങ്ങുകളാണ് അവിടെ ഉള്ളത്. ആ ഒരു പ്രദേശത്ത് പ്രധാനമായും ആളുകൾ പഴയ സാധനങ്ങളും ആക്രി സാധനങ്ങളും സ്വീകരിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് അവിടെ സ്ത്രീകളടക്കം ഭൂരിഭാഗം എല്ലാവരും. മെജോറിറ്റിയും തൊഴിൽ ചെറിയ രീതിയിലെങ്കിലും തൊഴിൽ ചെയ്യുന്ന ആളുകളാണ്. അവിടുത്തെ ഒരു വലിയൊരു അത്ഭുതം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു സംഗതിയാണ്. പേഴ്സണലി ഓരോരുത്തരും ഒരു ദിവസം ഈ പറയുന്ന പ്ലാസ്റ്റിക് കച്ചവടം നടത്തുന്ന സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ഒരു ദിവസം മിനിമം ഒരു 100 രൂപ 200 രൂപ അവര് സേവ് ചെയ്യുന്നുണ്ട്. ഭയങ്കര നമുക്കൊരു മലയാളികളുടെ ആ ഒരു കൾച്ചറിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ട് തോന്നിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അറ്റ്ലീസ്റ്റ് 100 rupees പെർ ഡേ അവർ സേവ് ചെയ്യുന്നു എന്നുള്ളത്
ഭയങ്കര ഒരു അതിശയമാണ്. വെച്ചാൽ ഫിനാൻഷ്യലി പുവർ അല്ലെങ്കിൽ സോഷ്യലി പുവർ ബാക്ക്ഗ്രൗണ്ട് മാത്രം എന്നുള്ള പ്രത്യേകത മാത്രമല്ല, വളരെ ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള മറ്റു ഫിനാൻഷ്യൽ സർവീസസ് ഒന്നും ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സമൂഹമാണ് സേവിങ്ങിന് വേണ്ടി അൽ ഖൈർ പോലുള്ള സൊസൈറ്റികളെ, അതായത് അവരുടെ കളക്ഷൻ ഏജൻസ് നേരിട്ട് അവരുടെ വീടുകളിലേക്കും അവരെവിടെയാണോ ഉള്ളത് അവിടത്തേക്ക് ചെന്നെത്തിക്കൊണ്ട് കളക്ട് ചെയ്യുകയും ആ രീതിയിൽ എമൗണ്ട് കളക്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, ഡെപ്പോസിറ്റ് മാത്രമല്ല, ഈ ഒരു ഡെപ്പോസിറ്റിൽ നിന്ന് തന്നെ പ്രത്യേകിച്ച് യാതൊരു ബാങ്ക് അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിൽ നിന്നുള്ള പലിശാധിഷ്ഠിതമായിട്ടുള്ള ഇൻട്രസ്റ്റിലുള്ള ലോണുകളോ മറ്റ് ക്രെഡിറ്റുകളോ ഒന്നും തന്നെ ഇല്ലാതെ ആളുകൾ അവരുടെ ഫിനാൻഷ്യൽ ആവശ്യങ്ങൾ ഈ ഒരു സംവിധാനത്തിലൂടെ തന്നെ നിറവേറ്റുന്നു എന്നുള്ളത്. അതായത് ഒരു വിവാഹം വന്നാൽ, വീട്ടിൽ മറ്റ് ചികിത്സ അല്ലെങ്കിൽ മറ്റ് പല ആവശ്യങ്ങൾ വന്നാൽ പൂർണ്ണമായും അവരുടെ ഡെപ്പോസിറ്റിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ആ ഡെപ്പോസിറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ലോൺ, അതിൽ നിന്ന് ആ ഒരു അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ലോണിൽ നിന്ന് തന്നെ അത് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഒരു വലിയൊരു ഇമ്പാക്ട് ലെവലിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, കറക്റ്റ് പെർസെൻറ്റേജ് വൈസ് എനിക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും മെജോറിറ്റിയും അവർ ഈ ഒരു സംരംഭത്തെ അല്ലെങ്കിൽ പലിശ എന്നുള്ള ഒരു സംവിധാനത്തെ മതപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് പലിശയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് റിവീൽ ചെയ്ത ആളുകളാണ് മോർ ദാൻ 85% ആളുകളും. അതായത് ഇവിടെ ഞാൻ നേരിട്ട് ഇന്റർവ്യൂ ചെയ്ത ആളുകൾ പോലും ഒരു തരത്തിലും മറ്റു ഫൈനാൻസിങ് സംവിധാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാനുള്ള മെയിൻ കാരണമായിട്ട് പറയുന്നത് പലിശ ഹറാമായതുകൊണ്ട് എന്നുള്ള രീതിയിലാണ്. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധാരണ, ഈ ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമ്മൾ വളരെയധികം ഉത്ബുദ്ധരാണെന്ന് വിചാരിക്കുമ്പോഴും ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആണെന്ന് വിചാരിക്കുമ്പോഴും അട്ടർ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ നടത്തുന്ന ഒരുപാട് അബദ്ധങ്ങൾ ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഈ രീതിയിലുള്ള നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഹറാമായ പല എലമെന്റ്സും കടന്നു വരുന്ന നമ്മൾക്ക് വളരെയധികം എന്താ പറയുക മാതൃകാപരമായിട്ടുള്ള സംഗതികൾ ഇത്തരം സാധാരണക്കാരിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് സംരംഭകരായിട്ടുള്ള ആളുകൾ, ഈ പറഞ്ഞ പോലെ സ്ത്രീകൾ തന്നെ ബ്രാഞ്ച് ഫെസിലിറ്റേറ്റേഴ്സും ബ്രാഞ്ച് ഡീൽ ചെയ്യുന്ന ആളുകളും ഒക്കെയുള്ള ഒരു വലിയൊരു സൊസൈറ്റിയാണ് അൽ ഖൈർ എന്ന് പറയുന്നത്. അതിലും ഈ പറഞ്ഞ പോലെ യാതൊരു റിലീജിയസ് ബാരിയേഴ്സോ അല്ലെങ്കിൽ മറ്റൊരു റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇതിന്റെ സ്റ്റാഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈവൻ ഹയറാർക്കിയിലുള്ള ആളുകൾ പോലും നോൺ മുസ്ലിംസും മറ്റ് എല്ലാ വിഭാഗങ്ങളും വളരെ ഹാർമോണിയസ് ആയിട്ട് ഡീൽ ചെയ്യുന്ന നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സംരംഭം കൂടിയാണ് അൽ ഖൈർ എന്ന് പറയുന്നത്. വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അതിന്റെ മെയിൻ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത്. ഇത് മൂന്നും എൻ്റെ ഒരു ഫീൽഡ് എക്സ്പീരിയൻസിന്റെ ബേസിസിലാണ് ഞാൻ ഇവിടെ പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ കാരണം. മറ്റു പല സംവിധാനങ്ങളും ഇന്ത്യയിൽ ചെറിയ രീതിയിലാണെങ്കിലും നല്ല ഇമ്പാക്റ്റ്, ആ ഒരു സസ്റ്റൈനബിൾ, ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു വികസനത്തിന് ഉതകുന്ന രീതിയിലുള്ള പല ഇമ്പാക്റ്റുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റിൽ മെയിനായിട്ടും ഒരു സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മെമ്പേഴ്സിന്റെ എണ്ണത്തിലായാലും അതുപോലെ തന്നെ അവരുടെ ബ്രാഞ്ചസിന്റെയോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളുടെ ഡെപ്പോസിറ്റുകളുടെ അല്ലെങ്കിൽ സേവിങ്സിന്റെ ഒക്കെ കാര്യത്തിലായാലും ഒരു സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്തും കാണാൻ സാധിക്കും. ഒരു സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സ് മൊബിലൈസേഷൻ ഉണ്ട്. വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഇൻകത്തിന് ബാലൻസ്ഡ് ആയിക്കൊണ്ട് തന്നെ സേവിങ്സും അതുപോലെ തന്നെ ആ ഒരു ക്രെഡിറ്റ് ഒരു ഹിസ്റ്ററിയൊക്കെ അവർക്ക് ആ രീതിയിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് കാണാൻ പറ്റും. നല്ല കമ്മ്യൂണിറ്റി ഇമ്പാക്റ്റുകളുണ്ട്. മറ്റ് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസും കൂടി ഇതിനെ ഭാഗമായിക്കൊണ്ട് തന്നെ നടക്കുന്നുണ്ട്. ഡിജിറ്റൽ ലിറ്ററസി ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആണ്. ഇൻഫാക്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊസൈറ്റി പോലുള്ള സംരംഭങ്ങൾ സോഫ്റ്റ്വെയർസ് ഒക്കെ അസിസ്റ്റഡ് ആയിക്കൊണ്ടുള്ള ഓരോ മെമ്പേഴ്സിനും സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അതിന്റെ മെമ്പേഴ്സായി അവരുടെ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡിജിറ്റൽ ലിറ്ററസിയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലിറ്ററസിയും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് ആളുകൾക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു വിമൻ എംപവർമെന്റ് എന്നുള്ള രീതിയിലേക്കും നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ട്. അതുപോലെ തന്നെ ഹൈ ഇൻട്രസ്റ്റ് ലോൺസിലുള്ള ഡിപ്പെൻഡൻസി വളരെയധികം മെമ്പേഴ്സ് ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക 25% താഴെ ആളുകൾ മാത്രമേ ജീവിതത്തിൽ തന്നെ മറ്റു ലോണുകളെ അവർ പല ആവശ്യങ്ങൾക്കുമായി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. വളരെ മൈക്രോ ലെവലിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവരുടെ ഫിനാൻഷ്യൽ നീഡ്സ് ഒക്കെയും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ നിന്ന് തന്നെ പൂർത്തീകരിക്കാൻ പറ്റുന്ന ആ ഒരു പൊട്ടൻഷ്യൽ ഇങ്ങനെയുള്ള സംരംഭങ്ങൾക്കുണ്ട്. ആളുകൾ അതിൻ്റെ ഒരു ഡീഫോൾട്ട് റേറ്റും മറ്റും ചെക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ
അവർ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് യാതൊരു ഡിഫോൾട്ട് കേസസ് പൊതുവെ കുറവാണ്. ഇൻ കേസ് പ്രത്യേക കേസുകളിൽ വളരെ ചുരുക്കം കേസുകളിൽ മാത്രമേ എക്സ്റ്റൻഷൻ പോലുള്ള സംഗതികൾക്ക് വേണ്ടി വരാറുള്ളൂ. ആളുകൾ വളരെ സത്യസന്ധമായി റീപേയ്മെന്റ് നടത്തുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവരുമായി ഡേ ടു ഡേ ഡീൽ ചെയ്യുന്ന ഈ ബ്രാഞ്ച് ഫെസിലിറ്റേറ്റേഴ്സ് ആണ്. അവരുടെ പിയർ പ്രഷർ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണെന്നാണ് ഇന്റർവ്യൂസിലൂടെ മനസ്സിലാവുന്നത്. ഇൻഫാക്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആനുവലി ഒരു 10% ഒക്കെ ഗ്രോത്ത് ഉണ്ട്. അതുപോലെ തന്നെ 95% വിമൻ ആണ്. ഡിഫോൾട്ട് കേസസ് ലെസ് ദാൻ 0.5%. 193.5 crores ആണ് ലാസ്റ്റ് 2018-23 ആ ഒരു പീരിയഡിൽ സേവിങ്സ് ആയിട്ട് ഡെപ്പോസിറ്റ്സ് ആയിട്ട് മൊബിലൈസ് ചെയ്തത്. അതുപോലെ തന്നെ 341 crores ലോൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സംഗമത്തിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ 333.98 crores ആണ് ഡെപ്പോസിറ്റ്സ് ആയിട്ട് ലാസ്റ്റ് ഡെക്കേഡിൽ 2013 to 2023-24 പീരിയഡിൽ ഡെപ്പോസിറ്റ്സ് റേസ് ചെയ്ത്. അതുപോലെ തന്നെ 379.02 പ്രൊവൈഡഡ് ആസ് ലോൺസ്. വ്യത്യസ്ത ലോണുകളുണ്ട്, ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസും ബിസിനസ് ലോൺസും ഒക്കെ. അതുപോലെ തന്നെ അൽഖൈറും 123 ഇത്രയും ലോ ഇൻകം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളുടെ ഇടയിൽ നിന്ന് പോലും 123.37 crores ആണ് ലാസ്റ്റത്തെ ഒരു 10 വർഷം റേസ് ചെയ്തത്. ആ ഒരു അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഒരു 138 crores ലോണും ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ ആണെങ്കിലും പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ നല്ല ഇമ്പാക്റ്റ്, സസ്റ്റൈനബിൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ ഒരു പെനട്രേഷൻ ലെവൽ എന്ന് പറയുന്നത് ലോ ആണ് എന്നുള്ളത് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ വയ്യ. കാരണം ഇവിടുത്തെ ലീഗലായിട്ടുള്ള റെസ്ട്രിക്ഷൻസും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ കയ്യിലുള്ള റിസോഴ്സസിന്റെ, പ്രത്യേകിച്ച് ഹ്യൂമൻ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസിന്റെ റെസ്ട്രിക്ഷൻസും ആണ് അതിനുള്ള മെയിൻ കാരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ there is low penetration but even then ഒരു ഹ്യൂജ് പൊട്ടൻഷ്യലും അതിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ റെഗുലേറ്ററി ആൻഡ് സൂപ്പർവൈസറി ഫ്രെയിംവർക്സ് ഇന്ത്യയിൽ ഇതുവരെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഇസ്ലാമിക് ഫിനാൻസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രീ ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയുടെ ആ ഒരു നീഡ്സിനെ കാറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ഫ്രെയിംവർക്സും നിലവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചില ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയി മാറിക്കോന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് ലീഗൽ ഫ്രെയിംവർക്കിനകത്തേക്ക് അതിനെ കൊണ്ടുവരാൻ വേണ്ടി ചില ഫിനാൻഷ്യൽ പ്രൊഡക്ട്സിനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റേണ്ടി വരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പരിമിതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലീഗൽ ഫ്രെയിംവർക്സിനെ മോഡിഫൈ ചെയ്യാതെ, അമെൻഡ് ചെയ്യാതെ ആ ഒരു രീതിയിലേക്കൊരു ഇൻക്രീസ്ഡ് പെനട്രേഷൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അപ്പോൾ ഒരു ഇൻക്രീസ് റെഗുലേറ്ററി ക്ലാരിറ്റിയും ആ ഒരു അമെൻമെന്റും ആ ഒരു ഹാർമണൈസേഷൻ, കൺവെൻഷണൽ ഫിനാൻസും അതുപോലെ തന്നെ ഈ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഫൈനാൻസും തമ്മിൽ ഒരു ഹാർമണൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫങ്ഷനിങ്ങും ഈ ഒരു രീതിയിൽ അതിന്റെ പ്രൊഡക്ട്സും ഇൻട്രസ്റ്റ് ഫ്രീ ഫൈനാൻസും ഒരു ഹാർമണൈസേഷനും ഇതിൽ വളരെയധികം അത്യാവശ്യമാണ് ഈ ഒരു മേഖല ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നെ ശ്രവിച്ച മുഴുവൻ പേർക്കും നന്ദി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.